ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രൊഫഷൻ. ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കേവിടെ മീറ്റപ്പാണ് ആൻഡ് ഡേ 1. അപ്പോൾ 2 ദിവസമാണ് നമ്മുടെ മീറ്റപ്പ്. ഇന്നും നാളെയും ആലപ്പുഴ വെച്ചിട്ടാണ് മീറ്റപ്പ്. അപ്പോൾ ഇന്ന് നമ്മളൊരു റിസോർട്ടിലാണ് നിൽക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ റിസോർട്ടിൽ നമ്മുടെ ഇവിടുത്തെ നമ്മൾ നിൽക്കുന്ന 2 റൂം ഇവിടെ മേലേൻ്റെ താഴെയുണ്ട്. പിന്നെ ഈ റൂംസും പിന്നെ ഈ റൂമും, ഇത്ര റൂംസാണ് നമ്മുടെ റൂം. ഇപ്പോൾ ടോട്ടൽ 7 റൂമുണ്ട്. അപ്പോൾ നമ്മളൊരു 10-20-25 പേര് കാണും. എല്ലാവരും വന്നാൽ മതി. പക്ഷേ ഏറ്റവും വിറ്റ് എന്താ വെച്ചാൽ 200 കിലോമീറ്റർ അപ്പുറത്തുള്ള നമ്മളാണ് ഫസ്റ്റ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാനുണ്ട്, കാസ്ട്രോ ഉണ്ട്, നമ്മുടെ മൊയലുണ്ട്, പിന്നെ നിഞ്ച ഉണ്ട്. ഞങ്ങൾ 4 പേരാണ് ഫസ്റ്റ് വന്നത്. ആൻഡ് ഇപ്പോൾ നമ്മുടെ റൂം പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഈ റൂമിൻ്റെ കോലം ഇതാണ് നമ്മുടെ റൂം. ഇപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തതിൽ ആകെയുള്ള റൂം ഇതാണ്. മീൻസ് നമുക്ക് റൂം ടൂർ നടത്തുക വെച്ചാൽ കുഴപ്പമില്ല. നല്ലൊരു ഹോള് ആൻഡ് ഒരു റൂം. ആൻഡ് റൂമിൽ ഇതേ കിടക്കണോ നമ്മൾ സ്വന്തം കാസ്ട്രോ, മൊയൽ ആൻഡ് മൊയലു, പിന്നെ നമ്മൾ നിഞ്ച. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രൈവസി കൊടുത്തു കഴിഞ്ഞാൽ, സത്യം നല്ലൊരു പ്രൈവസി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റാണ്. ആക്ച്വലി അതാണ് കറക്റ്റ്. ഒരു മണിയറ സെറ്റപ്പാണ് അല്ലേ? ഒരു മണവാട്ടിനെ ഒരുക്കി ഇവിടെ മണവാളം കാത്തിരിക്കണ കറക്റ്റ് അതാണ്. അപ്പോൾ അതാണ് നമ്മുടെ റൂം. ആൻഡ് നമ്മുടെ റിസോർട്ടിലെ റൂം അതാണ്. പിന്നെ ഇനി മേലെയുണ്ട്, താഴെയുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ പാർക്കുണ്ട്. നമ്മുടെ I4. പിന്നെ അവിടെ പൂളുണ്ട്. പൂളിൻ്റെ ടൈം 5 മണിയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി ബാക്കിയുള്ളവർ വന്നിട്ട് കാണാം. എനിക്ക് തോന്നുന്നത് കറക്റ്റ് ടൈമിങ്ങിൽ ആരോ വന്നിരിക്കുന്നു. ഐ തിങ്ക് സോ, യെസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മാലിക്, പഴശ്ശി, ജെയിംസ് ബോണ്ടാണ് തോന്നുന്നു. യെസ്, കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട്. ആ തിരിഞ്ഞു പോണത് നമ്മുടെ ജെയിംസ് ബോണ്ട്. ദേ നമ്മുടെ ഇക്രുമോൻ ആൻഡ് ജെയിംസ് ബോണ്ട്, നമ്മുടെ പുതിയ മെമ്പറാണ് നമ്മുടെ സ്വന്തം ഇക്രുമോൻ. പിന്നെ ജെയിംസ് ബോണ്ട്, പഴശ്ശി, പിന്നെ നമ്മുടെ സ്വന്തം മാലിക്. നമ്മുടെ സ്വന്തം ജെയിംസ് ബോണ്ട്. കാണാനൊരു ഉണ്ണിയാണെങ്കിലും ആളൊരു പുതിയാണ്. അപ്പം ഇനി നമ്മൾ കുറച്ചേരം സംസാരിച്ച് ബാക്കിയുള്ളവർ വരണവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഉച്ചക്കത്തെ ഫുഡും എല്ലാം പരിപാടിയും എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ടർഫ് കളിക്കാൻ വന്നിരിക്കുകയാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ടർഫ്. നമ്മൾ ഫുട്ബോളല്ല, ക്രിക്കറ്റാണ് കളിക്കാൻ പോണത്. ഇവിടെ സത്യത്തിൽ നമ്മളെത്തി, അവരും എത്തി. നമ്മൾ ഫസ്റ്റ് എത്തിയപ്പോൾ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ ഇവരെ വെയിറ്റ് ചെയ്യാണ്. ഇവരും കൂടി വന്നിട്ട് സിദാൻ, മൊയൽ, നമ്മളെ കോട്ടർ, തോമ, അമ്മായി, സ്വാമിയാണ്. പിന്നെ ബാക്കിയുള്ളവർ ഇതൊക്കെ നമ്മുടെ പുതിയ പയ്യന്മാരാണ്. അൾട്രോൺ, ജെയിംസ് ബോണ്ട്, ഇക്രു, പിന്നെ നമ്മുടെ നിഞ്ച. ഇനി ഒരു വണ്ടിയും കൂടി വരാനുണ്ട്. യെസ്, കാസ്ട്രോ വണ്ടി അവിടെ ഉണ്ട്. മൊയ്തീൻ അതിൻ്റെ ഉള്ളിൽ, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളും ആരൊക്കെയോ ഉണ്ട്. നമുക്കിനി നേരെ കളിയിലോട്ട് കിടക്കാം. ടീമൊക്കെ ഇടണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ 2 മണിക്കൂറാണ് നമുക്ക് കളിയുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നേരെ പോയി സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടാനുള്ളതാണ്. സമയമില്ല, 2 മണിക്കൂറേ ഉള്ളൂ. ആദ്യത്തെ കളി കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ടാമത്തെ കളിയാണ്. ആദ്യത്തെ കളി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ കളി നമ്മൾ തന്നെ ജയിച്ചു. നമ്മുടെ ടീം ജയിച്ചു, അപ്പാപ്പൻ്റെ ടീം ജയിച്ചു.
ആൻഡ് ഇപ്പോൾ നമ്മുടെ ടീമാണ് ബാറ്റിങ്, കാസ്ട്രോ ടീമാണ് ബോളിങ്. ഓക്കെ, ക്രുമോൻ്റെ വിക്കറ്റ് പോയി. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വിക്കറ്റ് പോയി. എന്നിട്ട് ഒപ്പം ഇപ്പോൾ സ്ട്രൈക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഒരു അറ്റുകരം 6 ആണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓഫ് ചെയ്തപ്പോൾ മിസ്സായത്. എന്തായാലും എന്ത് അതെ, മലപ്പുറത്തിൻ്റെ പൊന്നാമന പുത്രൻ പറയണത് ക്രിക്കറ്റ് ആയതുകൊണ്ടാണ് വലിയ ബോളെ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. കണ്ടോ, കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഫുട്ബോൾ. എന്തായാലും സംഭവം നമ്മൾ രസമുണ്ട്. ഒരു മീറ്റപ്പൊക്കെ വെച്ചിട്ട് ജസ്റ്റ് മിസ് അവിടെ മീറ്റപ്പൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒരു ടർഫൊക്കെ വെക്കുമ്പോൾ രസമാണ്. നമ്മൾ അല്ലാതെ അതായത് ഗെയിമിലെ ഫ്രണ്ട്സ്, അതായത് നമ്മൾ സത്യം പറഞ്ഞാൽ ഗെയിം, അതായത് ഈ ഓൺലൈൻ വഴി ഗെയിം കളിച്ചിട്ടുള്ള ഫ്രണ്ട്സാണ് നമ്മൾ സത്യം പറഞ്ഞാൽ. നമ്മൾ തന്നെ ഒരു IRലായിട്ട് ഒരു ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്. പിന്നെ കുറേ കാലമായി എല്ലാവരും കളിച്ചിട്ട് കുറച്ച് പേരൊക്കെ നന്നായി കളിക്കാറുണ്ട്. നിഞ്ചിയും ഹിറ്റു, പിന്നെ കുറച്ച് പേരൊക്കെ നന്നായി അടിപൊളി കളിക്കാറുണ്ട്. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ റിസോർട്ട് തിരിച്ച് പോയിട്ട് നമുക്ക് കുറേ പണിയുണ്ട്. അതായത് പൂളിൽ ചാടണം. പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കണം. സത്യം പറഞ്ഞാൽ ഒരുമിച്ചിരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഫുഡ് കഴിച്ച് നേരെ റിസോർട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അങ്ങനെയാണ്. നമുക്ക് അതിൽ കുറച്ച് നേരം കളി കാണാം. ടീം അപ്പാപ്പൻ വേഴ്സസ് ടീം കാസ്ട്രോ. ഒരു അത്യുഗ്രമായ ഷോട്ട്. ഓക്കെ, നൈസ്. നമ്മുടെ ബാക്കി മാച്ച് കാണാനുള്ള യോഗം സത്യം പറഞ്ഞില്ല. ചാർജ് തീരാറായി. അപ്പോൾ നമുക്കിനി എന്തായാലും ഈ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെയാണ്. ക്ഷീണിച്ചിരിക്കുന്ന കക്കാശി പ്ലെയർ വെറുതെ ഇരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഫീൽഡിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും ചാർജ് തീർന്നു. ഓക്കെ, പോയി ഫീൽഡ് ചെയ്തിട്ട് വരാം. അല്ലേ, ഞങ്ങളുടെ ടീം ജയിച്ചിട്ട് വരാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ പൂളിൽ ചാടി നമ്മൾ ഇപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് നേരെ പൂളി വന്ന് ചാടിയതാണ്. പൂളി വന്ന് ചാടി കുറേ പേരൊക്കെ പൂളി കയറി. കാസ്ട്രോയും അപ്പാപ്പനൊക്കെ കയറി, കുറച്ച് പേരെ കയറി. ഇപ്പോൾ നമ്മൾ കയറാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഇത്രയും പേര് പൂളിലൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ പൂള്. ഇനിയിപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടയേർഡായി. സത്യം പറഞ്ഞാൽ കളിയൊക്കെ കഴിഞ്ഞ് വെയ്യാതായി. സത്യം കളി കഴിഞ്ഞപ്പോൾ കുറേ കാലമായിട്ട് കളിക്കാതെ ശീലിച്ച് കളിക്കാതെ അപ്പോൾ ശീലമില്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ നേരെ ടയേർഡായി. സത്യം പറഞ്ഞാൽ ഓൺലൈൻ ഗെയിം പോലെ ഇല്ല IRL ഗെയിം. അപ്പോൾ നേരെ വന്ന് ബോളിയൊക്കെ ഹിറ്റായിരുന്നു. അപ്പോൾ ഒന്ന് നേരെ പൂളിൽ ചാടി, പൂളിലൊക്കെ ചാടി. അപ്പോൾ ഗൈസ്, നമ്മളിനി പൂളിൽ നിന്ന് കയറാൻ പോവാണ്. പൂളിൽ നിന്ന് കയറി ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമ്മൾ പിള്ളേരായിട്ട് സംസാരിച്ച് പിന്നെ ഇന്നത്തെ ഡേ അവിടെ കഴിയും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പൂളിൽ നിന്ന് കയറി നേരെ ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോൾ നമ്മുടെ യൂനോ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറന്റ്ലി നമ്മൾ പൂളിലൊക്കെ പോയി വന്ന് ഇവിടെ യൂനോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാമി അമ്മായി സ്വാമി നോണ്ടിരിക്കുക. സ്വാമി നമ്മുടെ ജെയിംസ് കൊണ്ട് അതിൻ്റെ ഇടയിൽ മൊയിൽ ചോട്ട്. എല്ലാം നീ അങ്ങ് എടുത്തോടാ. എല്ലാം നീ എടുത്തോടാ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഡേ 2 നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് എല്ലാവരും ഇനിയിപ്പോൾ നേരെ ഹൗസ് ബോട്ടിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ഹൗസ് ബോട്ടിൽ പോകണം. രാവിലെ ആകുമ്പോൾ നീച്ചിട്ട് നേരെ ടർഫിലൊക്കെ പോയി ഇപ്പോൾ ഫ്രഷായി വേറെ വന്നേ ഉള്ളൂ. ഇനി നേരെ ഹൗസ് ബോട്ടിലേക്ക്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ബോട്ടിലൊക്കെ കയറി സെറ്റായി. ഇപ്പോൾ എല്ലാവരും അവരുടെ റൂമിലൊക്കെ കയറി സെറ്റാണ്. നമ്മളിപ്പോൾ ബോട്ടൊക്കെ ഓടാൻ തുടങ്ങി. ഇപ്പോൾ ബാക്ക് വാട്ടേഴ്സിൽ നിന്ന് കായലിലേക്ക് കയറാൻ പോണേ ഉള്ളൂ. ഒന്നും നോക്കില്ല, ഫസ്റ്റ് റൂം തന്നെ നമ്മൾ പിടിച്ചു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. ഇതാണ് നമ്മുടെ റൂം. ഇതേപോലെ ഒരു 7 മുറിയുണ്ട്. അങ്ങനെ ടോട്ടൽ ഇത് റൂം. ഇവിടുന്ന് നമ്മുടെ വാഷ് ഏരിയ, ഒരു 3 മുറി ഇവിടെയുണ്ട്. ആൻഡ് നമ്മുടെ
ഇന്നത്തെ മീറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ എന്ത് വെച്ചാൽ പറയാം. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് മീറ്റിംഗ് ഏരിയ. വിശാലമായ അടിപൊളി ഒരു ബാൽക്കണി ഉണ്ട്. ഫുൾ സെറ്റാണ് എന്തായാലും. വിഷയമാണ് ഇപ്പോൾ. ആക്ച്വലി നമ്മൾ കയറിയപ്പോൾ തന്നെ സമയം വൈകി. 12 മണി 2 മണിയായി. ഇപ്പോൾ ഫുഡ് കയറുമ്പോൾ തന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ്. ഫുൾ സെറ്റാണ്. ഓ നമ്മുടെ രാത്രി തോമയെ കൊണ്ടുള്ള തോമയുടെ ഡി ജെ സെറ്റപ്പ്. രാത്രി നമുക്കൊരു ഡി ജെ പാർട്ടി ഉണ്ട്. ഇപ്പോൾ തോമയുടെ ഡി ജെ ഡെസ്ക്, പിന്നെ അവൻ്റെ ഓരോ സംഭവങ്ങളാണ്. അന്ന് രാത്രി തോമയുടെ നമുക്ക് പരിപാടി ഉണ്ടാവും. തോമേ, രാത്രിയത്തെ പരിപാടിയെ കുറിച്ച് പറ. ഒരു മണിക്കൂറേ അങ്ങനെ ആയിരിക്കും. തോമയ്ക്ക് വെയ്യെങ്കിലും തോമ ഡി ജെ ചെയ്ത് ഈ ട്രിപ്പ് അടിപൊളിയാക്കുന്ന പറയണത്. സുജിത്തെ സപ്പോർട്ട് ഉണ്ടാവോ ചെക്കന്? സുജിത്തെ സപ്പോർട്ട് ഉണ്ടാവോ ചെക്കന്? നമ്മളിപ്പോ ഡോക്കിയാറായി. ഇപ്പോൾ വേറെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ആ സ്ഥലത്ത് നമ്മൾ ഡോക്കിയ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ മീറ്റപ്പിൻ്റെ ലാസ്റ്റ് സമയങ്ങളിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ രാത്രിയായി. കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് രാത്രി ഈ രാത്രിത്തെ ഫുഡും പിന്നെ തോമണ വക ഡി ജെ ഡി ജെയിലായിട്ട് പോവാം. ആൻഡ് അതോടെ നമ്മുടെ മീറ്റപ്പ് ഇവിടെ തീരെയാണ്. അങ്ങനെ നമ്മൾ ഡേ 3 ലാസ്റ്റ് ഡേ നമ്മൾ തിരിച്ചെല്ലാവരും വീട്ടിലേക്ക് പോവാണ്. ചെക്കൗട്ട് ചെയ്ത് അവിടെ അപ്പോഴേക്കും ആത്മാർത്ഥം കൊണ്ട് ബാഗൊക്കെ എടുക്കാൻ പറഞ്ഞ തോമ. എന്നാലും നമ്മളെ എല്ലാവരും പോവാണ് തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ ഇവിടെ മീറ്റപ്പ് വീണ്ടും ഒരു സങ്കടകരമായ ഒരു സമയം. എല്ലാവരും വീണ്ടും പിരിയണു, അവരവരുടെ വീട്ടിലേക്ക് പോകണു. ഇനി നമ്മൾ വീണ്ടും വീസിയിലും സിറ്റിയിലൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ നമ്മുടെ മീറ്റപ്പിൻ്റെ അവസാന സമയം. നമ്മൾ എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ബൈ ബൈ ഗൈസ്.